എൻ്റെ പള്ളിയിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം എല്ലാ സമയത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നല്ല അങ്ങോട്ട് കാരണം ഈ നാട്ടിൽ കഴിഞ്ഞു വരുന്നുണ്ട്. അന്ന് പഠിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. സ്ലേറ്റ് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ബുക്ക് ഞാൻ വാങ്ങിയിട്ടില്ല, പുസ്തകം വാങ്ങിയില്ല, കണക്ക് വാങ്ങിയില്ല, ഷർട്ടില്ല, മനയില്ല, ഷെഡില്ല, കാലുകളെ കൈയല്ല. ആ ഒരു മുണ്ട് മാത്രം എടുത്തുകൊണ്ട് ഹൈസ്കൂളിൽ പോയിരുന്നു. ഇന്നിപ്പോൾ നിങ്ങൾക്കൊക്കെ എന്നാൽ ലോഡ് കണക്കിന് സാധനം കയ്യിലുണ്ടാവും. അപ്പോൾ ഇന്ന് എല്ലാം സൗകര്യം മുന്നിലുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല പരിപാടി നമ്മുടെ രാഷ്ട്രത്തിന്, കുടുംബത്തിന്, നാടിന്, രാഷ്ട്രത്തിന് ഉപകാരപ്പെട്ടയക്കുന്ന കാര്യങ്ങൾ നമ്മളാക്കണം. അയൽത്തെ വീട്ടിലേക്ക് ആവശ്യം നാട്ടിൽ മറ്റുള്ളവർക്കൊരു ഉപദ്രവം നമ്മളെ മക്കളുണ്ടാകും. നമ്മൾ പ്രവൃത്തി കാരണം ഒരാൾക്കുണ്ടിയാൽ മറ്റ് സമുദായത്തിനായുമില്ല, രാഷ്ട്രത്തിനായുമില്ല, അയൽവാസികളില്ല ഉപദ്രവമുള്ള ഒരു പരിപാടി നമ്മൾ പോകാതെ ഹൈറുണ്ടാവും. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പരമ്പരയിൽ ആ വാക്കിട്ടുണ്ടാവും. ഞാൻ ഉയർന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ പഠിച്ച് ഉയർന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ അടുത്തേക്ക് എല്ലാവരും വരും. നിങ്ങളിപ്പോൾ പഠിച്ച് ഉയർന്നു പോയില്ലെങ്കിൽ എന്തില്ല, ഉദ്ദേശിച്ച എത്തൂല, മറ്റുള്ളാക്കണം. നമ്മൾ പറഞ്ഞു അപ്പോൾ എപ്പോഴും നല്ല റാഹത്തായിട്ട് മറ്റ് സമുദായത്തിനും മറ്റ് രാഷ്ട്രത്തിനും നമ്മൾ ഇറങ്ങിയാലും ഉപകാരപ്പെട്ട നല്ല നല്ല കാര്യങ്ങളാണ് മാത്രമേ നമ്മളൊക്കെ ഉണ്ടാവും. ചീത്ത കാര്യങ്ങൾ എൻ്റെ അയൽവാസികൾക്കും ഉണ്ടാകും. ഹൈറുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും കൂടി അൽഹംദുലില്ലാഹ് കീഴിലാക്കുന്ന കുട്ടികളാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് നല്ല മൂല്യമാണ്. കളങ്കം തെളിഞ്ഞാക്കുന്ന മക്കളങ്ങൾ. കാരണം മറ്റു ഉദ്ദേശിച്ചില്ല. സ്പെഷ്യലില്ല സമസ്തമായ മഹാനായക്കുന്ന ഉത്സവമായ പണ്ഡിതന്മാർ ഔലിയാക്കുന്ന ആ പരമ്പരയിൽ ഇങ്ങനെ വളർന്നു വരുന്ന മക്കളാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് ഒരുപാട് ഉയർന്നു പോകാൻ കഴിയും. നിങ്ങൾക്ക് ഉമ്മ വാപ്പ, നിങ്ങളുടെ കുടുംബം, അയൽവാസികൾ, നാട്ടുകാർ എല്ലാവർക്കും ഏറ്റവും നല്ലത് കാഴ്ചവെക്കാൻ കഴിയുന്ന കൂട്ടക്കാരങ്ങൾ. അൽഹംദുലില്ലാഹ് അള്ളാഹു നിലനിർത്തി തരട്ടെ. എല്ലാവരും പഠിപ്പിക്കുക, നല്ല കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാനൊക്കെ പറ്റിയ സമയം ധാരാളം വൈകിട്ടുണ്ടാവും. ഒരുപാട് തരങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് പരിപാടി കഴിഞ്ഞാണ്. ഞാൻ കുറേ സമയം പരിപാടിൻ്റെയും കുറച്ചൊന്ന് രണ്ട് പരിപാടി ഉണ്ടായതുകൊണ്ട് എല്ലാവരോടും പ്രത്യേകം പറഞ്ഞയക്കുന്ന ഒരു കാര്യം, എല്ലാവരും പ്രധാനമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറാം. വീട്ടിലേക്കാണ്ട് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് കയറാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും ഏതാണ്ട് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അനർത്ഥം ആ പുറത്തിറങ്ങിയാൽ ഉണ്ടാവില്ല. അമാണ് മിൻ കുല്ലി സൂഇൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് കണ്ട് ഇറങ്ങാണ്. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇത് പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അനർത്ഥങ്ങളുണ്ട്. ബിസ്മില്ലാ അള്ളാഹിൻ്റെ പേരുകൊണ്ടാണ് എൻ്റെ യാത്ര വാങ്ങുന്നത്. അള്ളാഹിൻ്റെ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ഞാൻ എല്ലാം അള്ളാഹിനെ ഏൽപ്പിച്ചതാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കഴിഞ്ഞിട്ടില്ല, എൻ്റെ എല്ലാ കഴിവും അള്ളാഹുവിനാണ്. ഈ ഇന്ന ചെല്ലിയും കൊണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അനർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വീട്ടിലേക്കാണ് കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്താൻ ഇതിനോട് കടക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായിരിക്കുന്ന ഹദീസ് ഷരീഫിൽ വന്നാണ് അവൻ്റെ കൂടെ ഒരു മോട്ട് കാണിക്കുന്ന പിശാച് കാണിക്കാൻ കഴിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറാവും. കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ സലാം പറയണം. വീട്ടിൽ സലാം പറയാം. സ്വലാത്തൊക്കെ ചില ഐശ്വര്യം ഉണ്ടാവും, ഷെർട്ടുണ്ടാവില്ല. അപ്പോൾ വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ മുഴുവനും നമ്മൾ വായിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട് കയറാവും. ഈ അവസരമാണ് നമ്മൾ എല്ലാ നല്ല കാര്യങ്ങളും ഭക്ഷണം കഴിക്കണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിനുണ്ടായിരിക്കുന്ന നല്ല പ്രവൃത്തികൾ വണ്ടിയിലേക്ക് കയറുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ആ വീട്ടിലേക്ക് കയറാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ പാഠം തുടങ്ങുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ ബിസ്മി റബ്ബിക്കൽ ഖലഖ് അള്ളാഹിൻ്റെ പേരുണ്ടായിരിക്കുന്ന നല്ല കാര്യം ആരംഭിക്കേണ്ടത്. നല്ല കാര്യം തുറന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വിജയത്തിൽപ്പെട്ടാണ് എന്ത് ചെയ്യുക, എല്ലാ നല്ല കാര്യത്തിനും ബിസ്മി പതിവാക്കുന്നത്. എല്ലാ നല്ല കാര്യങ്ങളും മൂപ്പര് ചെയ്യും. അത് പതിവാക്കി കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിൻ്റെ കൂട്ടത്തിൽപ്പെട്ടാണ് നല്ല ലക്ഷണമാണ്. അപ്പോൾ മക്കളെല്ലാവരും പ്രത്യേകിച്ച് എല്ലാം പ്രയാസമില്ല, പക്ഷേ പിശാചും അനുഭവിക്കില്ല. നമുക്ക് ആ കാര്യം ഒന്ന് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഒന്നത്തിനാണ്ട് ചെല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മൾ ഭക്ഷണം കഴിക്കുക, അതുപോലെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇൻഷാ അല്ലാഹ് എന്ന് പറയാം. അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖില്ല. അപ്പോൾ നമ്മൾ വീടുകളിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക. സഹിഹുണ്ട് പിശാച് പറഞ്ഞ് നമുക്ക് വാസസ്ഥലില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഭക്ഷണം അതിന് വേണ്ടി മറ്റ് ശൈത്താന്മാർ എൻ്റെ കൂട്ടുകാരനെ അവൻ എനിക്ക് കേൾക്കാൻ സ്ഥലമില്ല, എനിക്ക് ഭക്ഷണമില്ല. ഏതെങ്കിലും ബിസ്മി അല്ലേറ്റിനെ കൂടെ ഉണ്ടാവും, വീട്ടിലേക്ക് ഉണ്ടാവും. അപ്പോൾ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ചെല്ലുക, ഭക്ഷണം കഴിക്കുമ്പോൾ ചെല്ലുക. നല്ലതൊക്കെ അങ്ങനെ ശീലിപ്പിക്കണം. നമ്മൾ കൂട്ടുകാരോട് പറഞ്ഞ് ശീലിപ്പിക്കുമ്പോഴാണ് നല്ലതെല്ലാം ചെയ്യാൻ അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു കാര്യം ഓർത്താൽ കിടക്കുന്ന സമയത്തും ബിസ്മിയാണ്. കിടക്കുന്ന ഭാര്യയെ കിടക്കാൻ ഭാര്യയിൽ കിടക്കാൻ വേണം. കിടക്കുന്ന സമയം ശരീരത്തിനെ അള്ളാഹ് ഏൽപ്പിക്കും. അപ്പം എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലെങ്കിൽ ബിസ്മിക റബ്ബി വളഅന ഫീ ജംബി അല്ലാഹുമ്മ ഇന്നി അംസക്തു നഫ്സി വറഹ്മ വഇൻ അസ്അബഅ മൊയ്ക്കുള്ള ദുആ ഉണ്ട്. ഈ പൂർത്തിയായിട്ട് പോകാൻ കിട്ടില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് ഞാൻ കിടക്കാം. ആ കിടക്കുന്ന അവസ്ഥ എന്നാൽ പിന്നെ അള്ളാഹിനെ ഏൽപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു ഉണ്ടാക്കിയാണ്. ദുനിയാവിൽ ഭയപ്പെട്ടവർക്കും ഭയപ്പെടാത്തതും എല്ലാം റഹ്മാനാണ്. ആഖിറത്തിൽ അവൻ റഹീമാണ്. ഇങ്ങനെല്ലാം ഉൾക്കൊള്ളുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ കിടക്കുന്ന സമയത്ത് കിട്ടുന്ന ആളുകൾക്കാണ് എളുപ്പമുണ്ടാകും. പരസ്പരം എഴുതിയിട്ട് കഴിഞ്ഞാൽ ബിസ്മിക റബ്ബി, റബ്ബേ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കിടക്കാൻ പോകണ്ട. റബ്ബി എൻ്റെ റബ്ബേ, ബിസ്മിക എൻ്റെ പേര് ഉച്ചരിച്ചുമാണ് ഞാൻ കിടക്കാൻ ബിസ്മിക വളാറ്റ് ജമ്പി ഞാൻ എൻ്റെ ഭാഗം വെക്കാൻ കിടക്കുകയാണ്. അള്ളാഹും അതുകൊണ്ട് എനിക്ക് വേറെ ഇനി അംസക്ക് നഫ്സി ഇതിൻ്റെ അവസാനത്തെ വെക്കാണ്. ചിലപ്പോൾ എണിച്ചില്ലാതെ നമ്മൾ ധാരാളം നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. നമ്മൾ നാളെ രാവിലെ എഴുന്നേക്കില്ല, എനിക്കില്ല അപ്പോൾ ലാസ്റ്റ് ഉറങ്ങിയില്ല, അങ്ങനെ കൈക്കൂടായില്ല. അപ്പോൾ എന്ത് ചെയ്യാം? കിടക്കുന്നത് അള്ളാഹുവിനെ അംസക്ക് നഫ്സി പരസ്പരനെ ഇതിൻ്റെ മറന്നാണ് ഈ വർക്കെങ്കിൽ എനിക്ക് എല്ലാവരും റഹ്മത്തിനേക്ക് എല്ലാ മഹാന്മാരെ കൂട്ടണം. ഒരു നഴ്സിൻ്റെ ഭാഗമുള്ള അതെല്ലാം ഞാൻ ഉണരുകയാണെങ്കിൽ എല്ലാവരുടെ കാവലിനേക്കുണ്ടാവും. അപ്പോൾ നല്ല മഹാന്മാരെ സംരക്ഷിച്ച് പറയാൻ ഈ ദിക്റ് ചെല്ലിയും കൊണ്ടായിരിക്കും നമുക്ക് കിടക്കേണ്ടത്. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട മലായിക്കത്തുന്ന സംരക്ഷണം സഹായിക്കുന്ന ഉള്ളോടുകൂടി കിടക്കുക. ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ നല്ല റാഹത്തുണ്ടാകും. ഉണർന്നു കഴിഞ്ഞാൽ ഉണർന്ന് അൽഹംദുലില്ലാഹ്, ഉണർന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അഹ്യാന പരമമായി പഠിച്ചാൽ ഞാൻ ഉറങ്ങിൽ എഴുന്നേറ്റുകയാണ്, എൻ്റെ മരണമായിരുന്നു ഉണരുകയാണ്. അൽഹംദുലില്ലാഹ് സ്തുതിക്കാണ്. അൽഹംദുലില്ലാഹി അഹ്യാന ഞാൻ അൽഹംദുലില്ലാഹി അഹ്യാന പരമാമായിരുന്നു. ഞാൻ ഒഴിച്ചതിന് ശേഷം മരിച്ചത് അവർക്ക് മരണം ഞങ്ങൾ പരമാമായിരുന്നു. അങ്ങനെ അങ്ങോട്ട് വാഴക്കളുണ്ട് കിട്ടുന്നതാകുക. അപ്പോൾ ഏതായാലും ഈ ചൊല്ലുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആണോ അല്ലെങ്കിൽ ബിസ്മിക റബ്ബി വളഅതു ജംബി അല്ലാഹുമ്മ ഇന്നി അംസക്തു നഫ്സി വറഹ്മ വഇൻ അസ്അബഅ കിടക്കണ പറ്റില്ല. ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അൽഹംദുലില്ലാഹ്. രണ്ടവസ്ഥ നമുക്ക് ഉണ്ടാകേണ്ടത്. ഒന്ന് എപ്പോഴും ബിസ്മി കൊണ്ടായിക്കൊണ്ട് തുടങ്ങാൻ അൽഹംദു കൊണ്ട് അവസാനിപ്പിക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് സ്വർഗ്ഗത്തിൻ്റെ ആളുകളാവും. അള്ളാഹു ആക്കി തരട്ടെ. നല്ല എല്ലാമല്ല നല്ല കാര്യങ്ങളും തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉടനെ തന്നെ എന്ത് ചെയ്യാം? നമ്മൾ കബറിലേക്ക് വെക്കുമ്പോൾ കണ്ടില്ല നിങ്ങൾ? ഉണ്ടായില്ല? കബറിലേക്ക് വെക്കുമ്പോൾ ഉണ്ടായില്ല? ബിസ്മില്ലാ വഅലാ മില്ലത്തി റസൂലില്ലാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പുറത്തേക്ക് എഴുന്നേൽക്കുമ്പോൾ അവൻ്റെയും അൽഹംദുലില്ലാഹ് കബറിന് എഴുന്നേൽക്കുമ്പോൾ മലക്കുകൾ വരുമ്പോൾ എഴുന്നേറ്റ് അൽഹംദുലില്ലാഹ് പറഞ്ഞ് എഴുന്നേൽക്കും. കാരണം ബിസ്മിയിലിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കിടക്കുന്ന അവസരത്തിൽ ബിസ്മിയല്ല, ബിസ്മി പൂർത്തിയായിട്ട് എല്ലാം കഴിഞ്ഞാണെങ്കിൽ ബിസ്മിക റബ്ബി വളഅതു ജംബി അല്ലാഹുമ്മ ഇന്നി അംസക്തു നഫ്സി വറഹ്മ വഇൻ അസ്അബഅ മുതൽക്കുണ്ട്. ചെറിയ അവസാനമാക്കി കിട്ടും. തുടക്കം നമ്മൾ ബിസ്മി ഉണ്ടാകും, അവസാനിക്കാൻ അൽഹംദുലില്ലാഹ്. ഉണർന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ബിസ്മില്ല, അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. മലമൂത്ര വെച്ച് നമുക്ക് അക്കൂസിൽ പോയി കഴിഞ്ഞാൽ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അവർക്ക് കാണുന്ന എല്ലാ വിഷമവും അത് കഴിഞ്ഞാൽ എന്ത് വേണം? ഉഫ്രാനക അൽഹംദുലില്ലാഹ്.
ഉറക്കിൽ നിന്ന് കിടക്കും വിഷയമില്ല, ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മളെല്ലാ നല്ല കാര്യവും ചെയ്യണം. തുടക്കം വിഷയോടെ അവസാനിക്കാൻ അൽഹംദുലില്ലാഹ്. അള്ളാഹു അങ്ങനെ ആക്കിയിട്ടല്ല. ഈ കാര്യം ഓർമ്മണ്ട് ഇൻഷാ അല്ലാഹ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അധികം ചെയ്യാറുണ്ട്. അപ്പോൾ അധികം ചെയ്യാറുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി നമ്മൾ ദിക്റിൻ്റെ ആളുകളാണ്. സ്കൂളിലെ പരിപാടി നല്ലപോലെ പഠിക്കണം, ശ്രദ്ധിച്ച് പഠിക്കണം. പഠിച്ചാൽ തന്നെ പോരാ, തനിക്ക് മനസ്സിലാവാത്ത തൻ്റെ കൂട്ടുകാരി ഇട്ടിട്ട് ചോദിക്കണം, ചർച്ച ചെയ്യാം. എനിക്ക് വിഷയം മനസ്സിലായിട്ട് കാര്യമില്ല, നിബദ്ധി ഇരിക്കരുത്. അതിൽ തൻ്റെ കൂട്ടുകാർ കണ്ട് കൂട്ടുകാർ ചോദിക്കണം, എന്താ നമ്മൾ പറഞ്ഞ ആവശ്യം എന്താ, ഇങ്ങോട്ടും മനസ്സിലായി നീ എല്ലാവരോട് ചോദിക്കണം. അപ്പോൾ വിഷയങ്ങൾ എന്ത് ചെയ്യണം, പറ്റുന്ന അടുത്തുള്ള ആളുകളെ കുറിച്ച് ഇരുന്നിട്ടുണ്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾക്ക് പ്രത്യേകം എഴുതി വെക്കണം. എഴുതി വെച്ച് അങ്ങോട്ട് എഴുതി വെച്ചിട്ട് പഠിക്കണം. അങ്ങനെ നമ്മൾ പഠിച്ച് ഏറ്റവും ഉന്നതമായ മാർക്കോടുകൂടെ എല്ലായിടത്തും നമ്മൾ വിജയിക്കണം. അള്ളാഹ് വിജയിപ്പിച്ചായിട്ട് നമ്മൾ മറ്റ് സമയം നഷ്ടപ്പെടാൻ കാര്യമില്ല. നമ്മൾ അന്വേഷിക്കുന്ന കൂട്ടക്കാർ നേരെ മറിച്ച് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള അന്വേഷണം എടുക്കേണ്ടത്. നമ്മൾ അന്വേഷിക്കുന്ന സമയം വരും. നിങ്ങൾ നല്ല പോലെ വിദ്യാഭ്യാസം ഉയർന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ആത്മീയങ്ങളെത്തി എല്ലാവരും പോയി കള്ള ഒപ്പിട്ടെടുത്താൽ മതി. കാണും നേരെ മറ്റേ ഇല്ലാത്തവർക്കാണ്. ഇപ്പോൾ അത്യാവശ്യം ഇല്ലെങ്കിൽ ചെയ്യില്ല, നിങ്ങൾ അന്വേഷിച്ച് പോകേണ്ടി ഒപ്പിട്ട് കിട്ടാൻ പറ്റും. അപ്പോൾ നല്ല പോലെ പഠിക്കണം, ഉത്സാഹിച്ച് പഠിക്കണം. ഇപ്പം എൻ്റെ കൂട്ടുകാരി എപ്പോഴും ചർച്ച ചെയ്യണം. ഏത് വിഷയം വന്നാലും സംശയമുള്ള വിഷയങ്ങൾ സംശയത്തെ തീർച്ചയായും പഠിക്കണം. ഇങ്ങോട്ടും മനസ്സിലായില്ലെങ്കിൽ തൻ്റെ വീടിനാമ്മ വേണ്ടിയാണ് വീടിനോട് ചോദിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കണം. പിന്നെ ആദരിക്കേണ്ട കൂട്ടക്കാരാണ് നമ്മൾ ഉത്സാഹം. അതിന് നമ്മളെ വിരുന്നാഥന്മാർ ജീവന്മാർ നമ്മൾ എന്തായാലും നമ്മൾ ആദരിക്കണം. അതിന് എതിർപ്പുണ്ടാക്കുന്ന സ്വഭാവം നമ്മൾ കാണരുത്. തൻ്റെ ഉമ്മ ഏറ്റവും ആദരിക്കേണ്ട ഒന്ന് ഉമ്മയാണ്, തൻ്റെ പിതാവ്. കൂടി ഞാൻ ആരുമായിട്ടാണ് ഏറ്റവും സുഖപ്പെട്ട് സഹവാസമായിട്ട് എൻ്റെ ഉമ്മൂക്കാൻ എൻ്റെ ഉമ്മയോടാണ്. തുമ്മൻ പിന്നാടാണ് ഉമ്മുക്ക, തുമ്മൻ പിന്നാടെ ഉമ്മുക്ക. ഈ 3 പ്രാവശ്യം അവരുടെ സുഖമാണ്. തുമ്മൻ പിന്നാടെ അമ്മൂക്ക എൻ്റെ ബാപ്പയാണ്. അപ്പോൾ നമ്മൾ ഉമ്മ നമ്മൾ ഏറ്റവും ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നല്ലത് കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്താണ് ഉമ്മയാണ്. നമുക്ക് ഏറ്റവും ഉന്നതമായിട്ടാണെങ്കിലും അപ്പോൾ അവർ കുറ്റക്കേട് വാങ്ങിക്കഴിഞ്ഞാൽ ദുന്യാവും ഉണ്ടാവില്ല, ആഹം ഉണ്ടാവില്ല. പിന്നെ തന്നെ ഗുരുനാഥൻ പിന്നെ എന്നെ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ ഒരു മതോ ജാതിയൊന്നും നോക്കേണ്ടില്ല. പഠിപ്പിക്കുന്ന ഗുരുനാഥനായി അത് ആദരിക്കുന്ന പെരുമാറുന്നത് എന്നാലേ അവർ ആ വിദ്യാഭ്യാസം ഫലം ഉണ്ടാവുള്ളൂ. താൻ പഠിപ്പിക്കുന്ന തൻ്റെ ഗുരുനാഥനിലേക്കുന്ന ഒരു ഫലം നമുക്ക് കിട്ടണ ചിന്തയാണ്. അത് ആദരവോടുകൂടി തന്നെ അവർ പെരുമാറും. ഒരു ധിക്കാര സ്വഭാവത്തോടെ തൻ്റെ ഗുരുനാഥന്മാരോട് മാതാപിതാക്കളോട് ആരുടെ പെണ്ണു അതെല്ലാവരും അനുസരണമുള്ള അറിവുള്ള മക്കളായി അത് ആക്കിത്തരട്ടെ. അതിൻ്റെ ഏറ്റവും വലിയ പരിപാടിയാണ് നമ്മൾ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യമെല്ലാം പ്രവർത്തിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഫാൻ ഇല്ലാത്തതുകൊണ്ട് ചൂടുണ്ടാവും ഇല്ലേ? ഇല്ല, ചൂടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കാലാവസ്ഥ മുഴുവൻ താങ്ങാൻ കഴിയാത്തതാണ്. നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. നമുക്ക് കുറേ കാലം കഴിഞ്ഞതാണ്. നമ്മൾ ഗൾഫിലായിരുന്നു കൊല്ലങ്ങളോളം. ചെല്ലുന്ന കാലത്ത് ആകെ ഫാൻ മാത്രമേ ഉണ്ടായിരുന്നു. ചേർത്ത് ഫാനുണ്ടാകും. വിയർത്ത് ഇങ്ങനെ വയ്ക്കുകയാണ്. എത്രമാത്രം ചൂടായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാഹ് ഗൾഫിൽ എവിടെ പോന്നാലും കണ്ടീഷനില്ലാത്ത AC ഇല്ലാത്ത റൂമില്ല, എല്ലാ സുഖവും. ഞാൻ അവിടെ ചെന്നാണെങ്കിൽ പള്ളിയിൽ ഫാൻ ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഫാൻ വന്നത്. ഇങ്ങനെ ഇന്ന് ലോകം മുഴുവൻ മഴയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ NH റോഡ് ഉണ്ടായില്ല. ഞങ്ങൾ അച്ചുപ്പറന്ന് കക്കാട്ടിക്ക് നടന്നിട്ട് ഞങ്ങൾ ട്രെയിനിങ് ക്ലാസ് പോയിരുന്നു. നാട്ടിൽ അച്ചുപ്പറഞ്ഞ രണ്ടത്താണി സ്റ്റോപ്പ് നിങ്ങൾക്ക് അറിയാമായിരുന്നു. അച്ചുപ്പ അവിടെ മാലിസ് വിട്ടിട്ട് രണ്ടത്താണിൽ നിന്ന് ഞാൻ കക്കാട് വരെ നടക്കും. അന്ന് മാലിന്യം സമർത്ഥന വിദ്യാഭ്യാസം ഡോവർ പരീക്ഷ ഉണ്ടായിരുന്നു, ട്രെയിനിങ് ഉണ്ടായിരുന്നു 40 ദിവസം. ആ ട്രെയിനിങ് കക്കാട് മാലിസിൽ ട്രെയിനിങ് ക്ലാസ് പോലെ അച്ചുപ്പറന്ന് നടന്നിട്ടാണ് ഞാൻ പോയത്. അത് ഞാൻ തിരിച്ചു പോകുമ്പോൾ കോയിച്ചമ്മ നയിച്ചാൽ കഴിയും. അങ്ങനെ വഴി പെട്ടി തോന്നുന്നു. അങ്ങനെ ഇന്നിപ്പോൾ അത് നമുക്ക് ചൂട് ഫാനും പരിപാടിയും വീടുകൾ മുഴുവനും ഫാനായി AC ആയി എല്ലാ സൗകര്യത്തിലുണ്ട്. ഖബർ മറക്കരുത്, ആഖിറം മറക്കരുത്, പരലോകം മറക്കരുത്. ഇത് താൽക്കാലികമായ പരിപാടി. ഈ സുഖം നിസ്സാരമായ സുഖം. അത് പെട്ടെന്ന് പോകും. പെട്ടെന്ന് എടുത്തു പോകാൻ കഴിയുന്ന സുഖമാണ് ദുന്യാവിൻ്റെ സുഖം. യഥാർത്ഥമായിട്ട് നമ്മൾ സുഖിക്കേണ്ടത് പരലോകമാണ്. അള്ളാഹു അവസാനം നന്നാക്കി തരട്ടെ. അള്ളാഹു എല്ലാ ഹൈറും ബർക്കത്തും തരട്ടെ. നിങ്ങൾ കാണുന്ന കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ പരിപാടി ആയതുകൊണ്ട് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്
ഇന്നിപ്പം 2 പരിപാടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ വായിക്കാൻ വേണ്ട പറ്റാൻ പറഞ്ഞത് അള്ളാഹു നമ്മൾ അവസാനം നന്നാക്കി തട്ടെ. ബിസ്മിൻ്റെ കാര്യം ഇൻഷാ അല്ലാഹ് അല്ലേ, ബിസ്മില്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വീട്ടിലേക്ക് കടക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ സഹായിക്കുകയാണെങ്കിൽ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ബിസ്മിക്ക റബ്ബി വളഅതു ജംബി അല്ലാഹുമ്മ അംസക നഫ്സി ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് വേണം, അൽഹംദുലില്ലാഹ്. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞ് അൽഹംദുലില്ലാഹ്. പിന്നെ അവൻ്റെ ജീവൻ മുഴുവൻ നല്ലതായിരിക്കും. കാരണം അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് ഉണർന്നത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ പരമാവധി. ഈ പറഞ്ഞുകൊണ്ടാണ് അവൻ എഴുന്നേറ്റില്ല. അപ്പോൾ അവൻ്റെ പകൽ മുഴുവൻ സുന്ദരമായ പകലായിരിക്കും. ഞാൻ മറിച്ച് ഒരു നാൾ എഴുന്നേറ്റ് ചെല്ലിയില്ല, ഒന്ന് നിൽക്കാൻ പോയില്ല, ഒതുർത്തിയില്ല, ഒന്നും ചെയ്ത് പിന്നെ മറ്റാൾ മടി പിന്നെ തട്ടി നീക്കുന്ന രൂപത്തിലായിരുന്നു സ്വയമുള്ളവർ. അപ്പോൾ അവൻ്റെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഇല്ല അൽഹംദു ഇല്ല അല്ലദീ അഹ്യാനാ തുടക്കത്തിൽ എന്തെങ്കിലും കിടക്കുമ്പോൾ ബിസ്മിക റബ്ബി വളഅതു ജംബി അല്ലാഹുമ്മ അംസക നഫ്സി വറഹ്മഹ വഇന്ന അസ്തഗ്ഫിറുക. പിന്നെയുണ്ട് ചെല്ലാണ്ട് അസ്ലംതു നഫ്സിയിലേക്ക് വവഅൽതു അംരിയിലേക്ക് വഅൽതു കിതാബി കല്യാണം ഇതിലേക്കിടെ അസ്ലത്ത് മുതലാക്കി ദുആകൾ വീണ്ടും കാണും. സൗകര്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മളെ പരിപാടി പതിവാക്കണം ഇൻഷാ അല്ലാഹ് അല്ലേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു കൂടി വരുന്ന സൗകര്യത്തിൽ അവർ ഒരുമിച്ച് വിട്ടട്ടെ. നമ്മൾ കാണാതെ മാതാപിതാക്കൾ ഹയാത്തുള്ളവർക്കൊക്കെ ദീർഘായുസ്സ് കൊടുക്കട്ടെ, എല്ലാ ശരീരവും കാക്കട്ടെ. ഹയാത്തുള്ള മാതാപിതാക്കൾ ഒരു രോഗമുണ്ടെങ്കിൽ അള്ള ശിഫയെ കൊടുക്കട്ടെ. അമ്മയിൽ മരണപ്പെട്ടേക്ക് മാതാപിതാക്കൾ ഞങ്ങൾ പല മക്കളെ അവർക്ക് അവരുടെ സുഹൃത്തുക്കൾ കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യൽ നിർബന്ധമാണ്. നമ്മൾ നിസ്കരിക്കൽ 5 വട്ടം നിൽക്കാൻ നിർബന്ധമാണെങ്കിൽ 5 പ്രാവശ്യം മാതാപിതാക്കൾ ദുആക്കണം. റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അപ്പോൾ മാതാപിതാക്കൾ ദുആക്കണം. നിസ്കാരം നിർബന്ധമാണെങ്കിൽ അവർക്ക് പറ്റും ദുആക്കണം. അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞ ഉടനെ മാതാപിതാക്കൾ ഗുണം ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മാതാപിതാക്കൾക്കാരും എല്ലാം ശ്രദ്ധിക്കണം. പൊരുത്തം സമ്പാദിച്ചയക്കുന്ന മക്കളിൽ അള്ളാഹു ആക്കി തരട്ടെ. ദുആക്കാൻ വേണ്ടി പറ്റും പറയാൻ ഇൻഷാ അല്ലാഹ് സമയം ഏതാണ്ടായതുകൊണ്ട് ഞാൻ നിർത്താൻ. ഇൻഷാ അല്ലാഹ് മറ്റവസരം സൗകര്യം അള്ളാഹ് സമയം പഠിക്കുമോ? അല്ല പഠിക്കാൻ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ സ്വല്പം ദിക്കടിയിട്ട് വായിക്കാനുണ്ട്. ഇത് അങ്ങനെ ഇല്ല. അപ്പം എന്നാൽ അങ്ങനെ ചെയ്യാം. ദിക്കിൽ എപ്പോഴും എന്ത് ചെയ്യണം, നാവ് കൊണ്ടുള്ള ദിക്കുണ്ട്, അതോട് പോരാ. നമ്മുടെ മനസ്സും കൂടി എന്ത് ചെയ്യണം, അള്ളാഹുവിലിരിക്കണം. നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആകാശം കണ്ടു കഴിഞ്ഞാൽ ഉത്സാഹന ഹാബിയായും എന്നാലും മോശം ഒന്നത് കാണുമ്പോൾ നമുക്ക് ആട് ഓർമ്മ വരണം. അള്ളാഹേ ഇപ്പം ഈ മുഖം നോക്കി നിങ്ങൾ ഇതൊന്നും തുല്യമല്ല. നിങ്ങൾ ഞാൻ അൽഫാഭൂമി ലക്ഷക്കണക്കിന് കോടിയാണ് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ കണ്ടാൽ എന്നെ മനസ്സിലാവില്ലേ? എന്താണ് അള്ളാഹു ഈ കാണുന്ന മുഴുവൻ വരുന്നു ഇല്ലേ? അങ്ങനല്ലേ? അപ്പം അതുകൊണ്ട് എവിടെ നോക്കുകയാണെങ്കിലും അൽഹംദുലില്ലാഹ് വഖ്തിലാഫു അൽസിനത്തിക്കും വാൽവാനിക്കും അള്ളാഹു തആല ഖുദ്റത്തിനെ വിളിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെളിവാണ് വഖ്തിലാഫു അൽസിനത്തിക്കും വാൽവാനിക്കും. അൽസിനത്ത് നാവ്, ഭാഷ, അൽസിനത്ത് ലിസാൻ, അൽസിനത്ത് വഖ്തിലാഫു അൽസിനത്തിക്കും വാൽവാനിക്കും. അൽവാനി ലൗന് നിങ്ങളുടെ പെയിൻറ്റ് ശരീരത്തിൽ നിങ്ങൾ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര കോടിക്കണക്കിന് ആൾ കണ്ടാലും ആൾ വേർതിരിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് എൻ്റെ ഭാഷ. ഞാനിപ്പോൾ പരിചയമുള്ള കുട്ടികളെ വിളിക്കുകയാണെങ്കിൽ സാധാരണ വരും. ഇതുകൊണ്ട് എൻ്റെ ഭാഷ പിന്നെ മിമിക്രി ഉണ്ട്, അതല്ലാത്തല്ല സാധാരണയായിരിക്കും രൂപത്തിൽ എന്ത് ചെയ്യുക, അതേ രൂപത്തിൽ മാറ്റുക. അപ്പോൾ ഒഖ്തിലാഫു അൽസിനത്തിക്കുമല്ല ഇങ്ങനെ കാണുന്ന കഴിഞ്ഞ കാര്യം എല്ലാം അള്ളാഹിൻ്റെ ദിക്ർ വരും. പുറത്തിറങ്ങി കഴിഞ്ഞാലും എവിടെ നോക്കാനും ആ ഓർമ്മയും അള്ളാഹിനെ ഓർമ്മ വേണം. ആകാശം കണ്ടു, ചന്ദ്രൻ കണ്ടു, സൂര്യനെ കണ്ടു, ചുവപ്പ് കണ്ടു, ഇങ്ങനെ മുഴുവൻ പോയി നമുക്കിപ്പോൾ
ശാസ്ത്രജ്ഞന്മാർ ഇതിൻ്റെ അതിർത്തി എവിടെയാണ്? ഇങ്ങനെ പോയി സൂര്യനും ചന്ദ്രനും ചൊവ്വയും ഇങ്ങനെ നക്ഷത്രങ്ങൾ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ചൊവ്വ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ അതിർത്തി ഉണ്ടാവുമല്ലോ. ഇങ്ങനെ പോയാൽ അപ്പം ഈ നാടിന് അതിർത്തി ഉണ്ടല്ലോ, പറയാൻ കഴിയില്ലാന്നപ്പോൾ കണ്ട്. അതിന് ഇതുവരെ എല്ലാവർക്കും ഉപകരണം കണ്ടിട്ടില്ല. ഈ പോയി കഴിഞ്ഞാൽ വലിയ ശയം ഉണ്ടാകും. അപ്പോൾ അള്ളാഹിൻ്റെ ദിക്റിൻ്റെ ആളുകൾ കൂടുമ്പോഴേ ദിക്റുണ്ടാവുള്ളൂ. അള്ളാഹിൻ്റെ ദിക്റിൽ അനക്കോലെ എവിടെയെങ്കിലും സാക്ഷികളൊക്കെ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ അവരുടെ സാക്ഷികളൊക്കെ ഒഴിവുള്ള സാക്ഷികളൊക്കെ ദിക്റിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് എന്ത് ചെയ്യും? ഓം പറഞ്ഞ് മുമ്പൊക്കെ നമ്മൾ ഏറ്റവും പെട്ടെന്നാണ്. മുമ്പ് നമ്മൾ കയ്യായിരുന്നു വെപ്പിട്ടിരുന്നത് എന്തെങ്കിലും എടുക്കാറുണ്ട്. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ ഗൾഫിലൊക്കെ കണ്ട് കണക്കാൻ ആ കണ്ണുണ്ടാവും, ഒന്ന് നോക്കാൻ വരും. ഇതുപോലെ കണ്ണ് വേറുണ്ട്. അവർ നോട്ടത്തിൽ പലപ്പോഴുണ്ട്. പണ്ട് കിടക്കണമെങ്കിൽ നമുക്ക് മുമ്പ് സ്ഥിരം വിലക്കാർക്ക് വേണ്ട, അല്ലാണ്ട് കഴിക്കുന്ന ആൾക്കാരാണ് അവിടെ ഇതുപോലെ സാധനം വെച്ചിട്ടുണ്ടാവും. നോക്കാം, കണ്ട് നല്ല നോക്കി കണ്ട് അവരുദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അയക്കണ കൃഷ്ണമരിക്കുന്ന വെള്ളത്തല ചെടിയൊക്കെ ചെയ്ത് പുറത്ത് പോയവരുണ്ട്. അങ്ങനത്തെ ആളുകൾ നോക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഓരോ അവയവത്തിൽ നോക്കിയാലും എന്തുണ്ട്? എന്തോ വരും? അള്ളാഹുവിൻ്റെ ദിക്ർ ഓർമ്മ. അപ്പോൾ നമ്മൾ ദിക്ക അപ്പോൾ കുറച്ചൊക്കെ ദിക്കൻ്റെ ആളുകളുമായിട്ട് അതിൻ്റെ സാക്ഷികളായിട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും ചെറിയ സാക്ഷിയാണ് ഹദ്ദാദ് റാത്തീബ്. ഇഷാക്ക് മുമ്പോ വൈകുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യണം? അത് കഴിഞ്ഞോട്ടെ എന്ന് വെക്കട്ടെ, അത് പങ്കെടുക്കാൻ പോകണം പള്ളിയിൽ. അപ്പോൾ കൈയാക്കി ചേട്ട് ഫലം മനഹുല ഇലാഹ ഇല്ലല്ലാഹ് യാ ഇല്ലല്ലാഹ്
لا إله إلا الله سيدنا محمد رسول الله صلى الله عليه وسلم والصلاة الناجية والهيبة الجلال. اللهم صل صلاة كاملة وسيدنا يا محمد تنحل به الأوقات وتنبيه ويسأل الله على كل محل ما بين اللهم لذات كاملة وسلم سلام تام تنحل به الأوقات وتنبيه بالقابلة قال به الرغائب وحسن خواتم واستسقى عليك وآلي الأبي كل لمحة ونفس بذل. اللهم صل على كاملة وسلم سيدنا الحل به الأوقات وتنبيه بالقابلة قال به الرغائب وحسن خواتم واستسقى عليك وآلي الأبي كل لمحة ونفس بذل. الحل به الأوقات وتنبيه بالقابلة قال به الرغائب وآلي الأبي كل لمحة ونفس بذل. اللهم صل على كاملة الحل به الأوقات وتنبيه بالقابلة قال به الرغائب وحسن خواتم واستسقى وآلي وصحبه كل لمحة ونفس بذل معلوم. اللهم صل على كاملة وسلم تام يا أحمد تنحل به الأوقات وتنبيه بالقابلة ونال به الرغائب وحسن خواتم واستسقى وآلي وصحبه في كل لمحة ونفس بذل. اللهم صل صلاة كاملة وسلم يا أحمد الحل به الأوقات وتنبيه الله بالهوائي وطالب الهوائي وما يبلغ ذلك وما يبلغ أمره. الله سبحانه وتعالى أمر بولي وسلم ماذا رب أما وسلم الله നന്നാക്കിയിട്ടുണ്ട്. ഈ യോഗമായിട്ട് യാത്ര പറയുന്ന സമയം വരുന്നുണ്ട്, എപ്പോഴാണെന്ന് അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് തരട്ടെ, ആഫിയത്ത് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സ്വാലിഹായിക്കുന്ന നല്ലൊരു അമലായിട്ട് അല്ലാഹു നമ്മെ മരിപ്പിച്ച് തരട്ടെ. മരിക്കുമല്ല ചൊല്ലി സ്വർഗം കണ്ട് മരിക്കണമായി നമ്മളിൽ നമ്മൾ സൂപ്പർമീനിൽ പഠിപ്പിച്ചിട്ട് നിങ്ങളെല്ലാവരും പഠിച്ച് ഉന്നതമായിട്ടുള്ള മാർക്കോട് ജയിച്ച് ഏറ്റവും ഉന്നതമായ നിലയിൽ എത്തിക്കാണണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
ലൗകിക വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ മതവിദ്യാഭ്യാസം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഉണർത്തിയുകൊണ്ട് ഒമാവിടെ ഉത്സാഹം സമസ്താവരെ بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام وفي نعمه وفي مزيدا يا ربنا يا ربنا يا ربنا لك الحمد كما ينبغي لك سبحانك 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 لا نحصي ثناء عليك أنت كما نستغفرك حتى ترضى اللهم صل على سيدنا محمد وعلى آله وصحبه وصحبه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين اللهم اغفر لنا رحمة نازلة وبكر شاملة سيدنا مولانا مصطفى محمد صلى الله عليه وسلم ومع جميع الأنبياء الأولياء والعلماء الشهداء الصالحين وجمع بينهم أموات المسلمين اللهم اغفر للمؤمنين والمسلمين والمسلمات الأحياء والأموات مجيب دعوات الحياة طيب صلاة في جنة مأواهم اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم أحمد آمة يا رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وصحبه وسلم اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين اللهم ارزقنا نافيا وحما متقبلا حلالا طيبا سبيلا ربنا اغفر لنا وارحمنا ولوالدينا ووالدينا ومشايخنا اخواننا وابائنا منا ولمن منا ولمن حضره يا رب العالمين صلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه سبحان ربك رب العزة عما ഇല്ല. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നസീഹത്തിലും ദുആയിലും നാം പങ്കെടുത്തു. ഉസ്താദിൻ്റെ നസീഹത്ത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വലാത്തോട് കൂടി ഈ സദസ്സ് പിരിയാനാണ് ഉസ്താദ് ആവശ്യപ്പെട്ടത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കുട്ടികളാരും പോകരുത് കേട്ടോ. ബയോഡാറ്റ മേടിക്കേണ്ട എല്ലാവരും ഇരുന്നു. പിന്നെ ബയോഡാറ്റ മേടിക്കാണ്ട്, പിന്നെ അതുപോലെ നമ്മളിത്ര കൂടിയതല്ലേ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗമായല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടിയിരുത്തിയിട്ട് ഒരു ചെറിയൊരു ചർച്ച അല്ലേ വേണ്ടേ? നമ്മൾ 3 ദിവസം ഇരുന്ന് പിന്നെ ഒരു ഫോളോ അപ്പ് ഇല്ലാണ്ട് പോയിട്ടുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ പക്ഷെ അതൊന്നും ഇരിക്കണം, ഒരു 10-20 ഭക്ഷണമൊക്കെ തയ്യാറാക്കണ ഇടയിൽ ഇവിടെ ഇരിക്കണം കേട്ടോ.
എല്ലാവരും തിരിച്ചിടെ വന്ന് ഇരിക്കണം കേട്ടോ. സ്ഥാനം കണ്ട ശേഷം എല്ലാവരും തിരിച്ചിടെ വന്ന് ഇരിക്കണേ. പിന്നെ ഉസ്താദിന് തീരെ വയ്യ, എല്ലാവരും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ഉസ്താദിനെ അവർ തിക്കൊന്നും ഉണ്ടാക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. ഉസ്താദിന് തീരെ വയ്യാത്താണ്.